നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ചപ്പോൾ വലിയൊരു വർധനവ് പോളിംഗ് ശതമാനത്തിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2014 കണക്കനുസരിച്ച് 74.02 ശതമാനമെങ്കിൽ ഇത്തവണ അത് 77.68% ഉയർന്നു. ശബരിമല വിഷയം, പ്രളയം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി. അതോടൊപ്പം തന്നെ പലവിധ രാഷ്ട്രീയ പ്രസ്താവനകളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് നാം കണ്ടു. പരസ്പരം വെല്ലുവിളികളും പോർവിളികളും അവകാശവാദങ്ങളുമൊക്കെ നാം കണ്ടു. അതോടൊപ്പം തന്നെ രാഹുൽ ഇഫക്റ്റ് കേരളത്തിൽ ആഞ്ഞടിച്ചു. എന്തൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ? ഇതൊക്കെ അറിയാൻ നാം മെയ് 23 വരെ കാത്തിരുന്നേ പറ്റൂ. ജെസ്സി ടോക്സ് ഇന്ന് കടക്കുന്നത് ജയസാധ്യതയുള്ള 20 മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നതിലേക്കാണ്. ഇത് ജെസ്സി ടോക്സിന്റെ മാത്രം വിലയിരുത്തലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംശയലേശമന്യേ നമുക്ക് പറയാം ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ളത്. അതിൽ ഒരു മണ്ഡലമാണ് കാസർഗോഡ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സതീഷ് ചന്ദ്രൻ തന്നെ കാസർഗോഡ് നിന്നും ജയിച്ച് ലോക്സഭയിൽ എത്തുമെന്നാണ് ജെസ്സി ടോക്സ് വിലയിരുത്തുന്നത്. അതേസമയം കണ്ണൂരിൽ PK ശ്രീമതി ടീച്ചറാണ് നിലവിലെ MP. പക്ഷേ ജെസ്സി ടോക്സ് വിലയിരുത്തുന്നു കണ്ണൂരിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായ K സുധാകരനായിരിക്കും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത്. ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ സംശയമൊന്നുമില്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ലോക്സഭയിലേക്ക് എത്തും. പക്ഷേ ഭൂരിപക്ഷം എത്ര എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വടകരയിൽ നിന്നും P ജയരാജൻ ലോക്സഭയിലെത്തുമെന്നാണ് ജെസ്സി ടോക്സ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ നിന്നും ET മുഹമ്മദ് ബഷീറും മലപ്പുറത്തു നിന്നും PK കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭയിൽ എത്തും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി നാം എല്ലാവരും വിലയിരുത്തുന്ന കോഴിക്കോട് മണ്ഡലം, നമുക്കറിയാം അവിടെ നടന്ന ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ, അതിന്റെ അലയൊലികൾ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ MK രാഘവൻ തന്നെ ഇത്തവണയും കോഴിക്കോട് നിന്നും വിജയിച്ചു കയറുമെന്ന് ജെസ്സി ടോക്സ് വിലയിരുത്തുന്നു. ഇനി മറ്റ് മണ്ഡലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പാലക്കാട് നിന്നും ഇത്തവണ MP രാജേഷ് ആയിരിക്കും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തുക. ആലത്തൂർ മണ്ഡലം നമുക്കറിയാം രമ്യ ഹരിദാസും PK ബിജുവും ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു രമ്യ ഹരിദാസിൻ്റെത്. പക്ഷേ PK ബിജു തന്നെ ഇത്തവണയും അവിടെ ജയിച്ചു കയറും. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും PK ബിജു തന്നെയായിരിക്കും ആലത്തൂരിൽ നിന്നും ജയിച്ചു കയറുക എന്നാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇവയാണ്: പത്തനംതിട്ട വീണ ജോർജ്, അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ A സമ്പത്ത് തന്നെ ജയിച്ചു കയറും. പിന്നെയുള്ളത് കൊല്ലമാണ്. കൊല്ലത്ത് നമുക്കറിയാം KN ബാലഗോപാലും NK പ്രേമചന്ദ്രനും തമ്മിൽ വലിയൊരു മത്സരം നടന്നു. അവിടെ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതികരണങ്ങൾ ചില സൂചനകൾ നമുക്ക് തരുമല്ലോ. സ്വാഭാവികമായിട്ടും കൊല്ലത്ത് നിന്നുമുള്ള സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇത്തവണ KN ബാലഗോപാൽ അവിടെ നിന്നും ജയിച്ചു കയറാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇനി മറ്റ് മണ്ഡലങ്ങൾ, അതായത് ചാലക്കുടിയിൽ നിന്നും ഇന്നസെന്റ് ജയിച്ചു കയറും. തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ TN പ്രതാപൻ, കോട്ടയത്ത് നിന്നും ജോയ്സ് ജോർജ് ഇത്തവണ എത്തുമെന്ന് തോന്നുന്നില്ല. പകരം ഡീൻ കുര്യാക്കോസ് ആയിരിക്കും ലോക്സഭയിലേക്ക് എത്തുക എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരിക്കും ഇത്തവണയും ലോക്സഭയിലേക്ക് എത്തുക. ആലപ്പുഴയിൽ നിന്നും AM ആരിഫ്, അദ്ദേഹം MLA കൂടിയാണ്. ആലപ്പുഴയിൽ നിന്നും AM ആരിഫ് MLAയും ഇത്തവണ ലോക്സഭയിലേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ, തിരുവനന്തപുരത്ത് മത്സരിച്ച NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമ്മനം രാജശേഖരൻ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് വരുന്ന പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. NDA ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് കേരളത്തിൽ തുറക്കുമോ എന്നറിയാൻ കൂടി നാം കാത്തിരിക്കുകയാണ്. കുമ്മനം രാജശേഖരൻ ഇത്തവണ ലോക്സഭയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും മെയ് 23 മാത്രമേ നമുക്ക് ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു വ്യക്തമായ ചിത്രം, ആരൊക്കെ ജയിച്ചു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കൂ. എന്തായാലും ജെസ്സി ടോക്സിന്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിൽ LDFന് 9, UDFന് 10, NDAക്ക് 1 സീറ്റും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ ജയിച്ചു കയറുമെന്നാണ് ജെസ്സി ടോക്സ് വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസുദ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.